എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് കൊഞ്ച് തീയൽ അല്ലെങ്കിൽ ചെമ്മീൻ വറുത്തരച്ച് വെച്ച കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. $250 ഗ്രാം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ചെമ്മീൻ 250 ഗ്രാം ഉണ്ട്. ഒരു ചെറിയ മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ ചെറുതായി ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാതെ ചിരവിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും തേങ്ങയെല്ലാം ഒരേപോലെ കിട്ടും. ഇത് വളരെ ഈസി ആയിട്ട് ഒരേ കൺസിസ്റ്റൻസിയിൽ വറുത്ത് കിട്ടാൻ ഇങ്ങനെ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ചേർക്കാൻ 10 ചെറിയുള്ളി എടുക്കാം. സവാളയൊക്കെ ആണെങ്കിൽ ഒരു പകുതി ഭാഗം സവാള എടുക്കാം. ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. ഈ കറിയിലേക്ക് കൊടംപുളിയാണ് എടുക്കുന്നത്. ഒരു 2 പുളി നന്നായി കഴുകിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. ഒരു തക്കാളിയും ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. 2 മുതൽ ഒരു 4 വരെയൊക്കെ പച്ചമുളക് എടുക്കാം. 2 തണ്ട് കറിവേപ്പില എടുക്കാം. കൂടെ വറ്റൽമുളക് എടുക്കണം. കശ്മീരി വറ്റൽമുളകാണെങ്കിൽ എരിവ് കുറഞ്ഞിട്ട് കളർ ഉണ്ടാവും. ഇതെല്ലാം സാധാരണ വറ്റൽമുളക് എടുക്കുകയാണെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ 2 കൂടി മിക്സ് ചെയ്ത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 2ആയി നെടുവേ കീറി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാം. ഒരു 4 വരെയൊക്കെ പച്ചമുളക് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതൊരു മീഡിയം എരിവാണ് കറിക്ക് ഉണ്ടാവുക. വറ്റൽമുളകിൻ്റെ എരിവും കൂടി കൂടുമ്പോഴേക്കും കറിയുടെ എരിവ് പാകമായി കിട്ടും. ഒരു തണ്ട് കറിവേപ്പില ഈ വേവിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുതിർത്തി വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ കൂടെ മുരിങ്ങക്കായും കൂടി ചേർക്കുന്നവരുണ്ട്. അത് ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ച് വെക്കണം. തേങ്ങ വറുത്തരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങ അത്യാവശ്യം വറുത്ത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കുറവായിരിക്കും, നല്ല കളർ ഉണ്ടാവും. ആവശ്യത്തിന് എരിവ് മുളകിൽ നിന്നും അതുപോലെ പച്ചമുളകിൽ നിന്നും കിട്ടും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലിയാണെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ടീസ്പൂൺ കണക്കിനാണ് ഞാൻ പൊടികൾ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പൊടികളിലൊക്കെ വ്യത്യാസം വരുത്താം. മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക.
ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇങ്ങനെ വറുത്തെടുത്ത തേങ്ങ ഒരിക്കലും ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ഇത് തയ്യാറായി അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിക്കുന്നതാണ് നല്ലത്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നല്ല അളവിൽ ഈ അരപ്പ് അരഞ്ഞു കിട്ടണം. ചെമ്മീൻ വേവിക്കാൻ വെച്ചത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പുളി നോക്കിയിട്ട് പുളി കൂടുതലാണെന്ന് തോന്നിയാൽ നേരത്തെ ഇട്ട് കൊടുത്ത ഒരു കുടംപുളി എടുത്ത് കളയാം. കുടംപുളി അത്യാവശ്യം അത് വെന്ത സമയത്ത് നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഒരു പുളിയാണ് എടുത്ത് കളഞ്ഞത്. തക്കാളിയുടെ പുളിയും കൂടി ചേരുമ്പോൾ ഇതിന് ആവശ്യത്തിന് പുളി കിട്ടും. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലവർ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഒരുപാട് ചാറോടുകൂടി വെക്കാറില്ല. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട. കുറച്ച് ചാറോടുകൂടി കറി വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും താളിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ എല്ലാ കറികളും വെക്കുന്നത് പോലെ തന്നെ കറി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്, നല്ല കളറും വ്യത്യാസം ഉണ്ടാവുന്നത്. ചോറിനോടി കൂട്ടാനായതുകൊണ്ടാണ് ഇത്രയും ചാറോട് കൂടി എടുത്തിട്ടുള്ളത്. ഇത്രയും ചാറ് കുറച്ചും കൂടി കുറുക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.